ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച ഒരു കടച്ചക്ക കണ്ടാലോ. കടച്ചക്ക അങ്ങനെ വെറുതെ പിടിച്ചതൊന്നുമല്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പം ആ കടച്ചക്കയുടെ മുകളിലുള്ള നാമ്പ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ചുമ്മാ മണ്ണിലൊന്ന് കുഴിച്ച് വെച്ച് നോക്കി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ട് അത് പൊട്ടിക്കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് ഇത്ര വലിയൊരു കടച്ചക്കയായി മാറി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിൻ്റെ മുകൾ വശം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ കടച്ചക്ക പിടിക്കുമെന്ന്. പക്ഷേ അന്ന് ഞങ്ങൾ കഴിച്ച ആ കടച്ചക്കയുടെ അതേ രുചിയും മണവും ടേസ്റ്റും എല്ലാം ഈ കടച്ചക്കയ്ക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതേ കണക്കൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾ കഴിക്കുന്ന കടച്ചക്കയുടെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് മണ്ണിൽ വെച്ച് നോക്കൂ. വേറെ പ്രത്യേകിച്ച് ഒരു വളവും ഇതിനാവശ്യമില്ല. ഞങ്ങളിതിന് ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറൊന്നും ഇതിലിട്ടിട്ടില്ല. പക്ഷേ എന്താണെന്നറിയില്ല, വളരെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല ജ്യൂസിയാണ് എപ്പോഴും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള സാധനമാണിത്. നമ്മൾ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ കടച്ചക്ക ഇത്രയും വലിയ മഴയൊക്കെ പെയ്തിട്ട് പോലും ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും കയറിയിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളിത് കവർ ചെയ്ത് നിർത്തിയിരുന്നു, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് വെള്ളം കയറിയേനെ. ഞങ്ങളതിനകത്ത് കവർ ചെയ്ത് നിർത്തിയത് കൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ അത് പഴുത്ത് നല്ല ജ്യൂസി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളിത് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കി. സൂപ്പറാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കഴിക്കാൻ തോന്നും. അതേ രീതിയിലാണ് ഇതുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളും വീട്ടിൽ ഇതേ കണക്ക് നിങ്ങൾ ഇതുപോലെ കടച്ചക്ക മേടിക്കുന്ന സമയത്ത് ഇത് കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.